അധിക്ഷേപം? എന്ത് വ്യക്തി അധിക്ഷേപം? ബിജെപിയെ കുറിച്ചും സുവർണാവസരമാണെന്നും കേന്ദ്ര സർക്കാരിനെ കുറിച്ചൊക്കെ നുണ പറയുന്ന സമയത്ത് അത് തെറ്റായിട്ട് റാഷിദെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി പരിചയവും അതിനോട് സ്നേഹവും അത് വിജയിക്കണമെന്നും അത് ഗംഭീരമായി നടക്കണമെന്നും കൃത്യമായിട്ട് താല്പര്യമുണ്ടെങ്കിലേ അത് വൃത്തിയും വെടുപ്പായിട്ട് നടത്താത്തവന്മാരുടെ കയ്യിൽ ഇത് ഇരിക്കുന്നത് കൊണ്ടാണ് അത് കൃത്യവും വെടുപ്പായിട്ട് നടക്കാൻ പറ്റും. പൂർണ്ണമായിട്ട് കഴിവുകേട്, പ്രാപ്തിയില്ലായ്മ, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിനോടും ഈ വിശ്വാസങ്ങളോടുള്ള ചില തിരക്കുകൾ ഉണ്ടാകും. അവിടെ കേന്ദ്ര സേനയെ കൂടി വിന്യസിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന ബോധ്യത്തിൽ സമയബന്ധിതമായി അത് വിട്ടുകൊടുക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഒരു നോട്ടക്കുറവുണ്ടായോ? ശ്രീ ഉല്ലാസ് ബാബു, എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, 18/11 ഇവരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഇവരുടെ ദേവസ്വം ബോർഡായാലും സർക്കാരായാലും അവിടെ കൊടുത്തിട്ടുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനോരമ ചാനൽ നിങ്ങൾ ഒന്നും കൂടി വേണമെങ്കിൽ ചെക്ക് ചെയ്തോ. ഞാൻ പറഞ്ഞതിൽ തിരുത്തുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നാളെയും പറയാമല്ലോ. രണ്ടാമത്തെ കാര്യം, ശ്രീ ഗോപൻ അങ്ങാണല്ലോ സർക്കാരിന്റെ പ്രതിനിധി. സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ഗോപൻ പറഞ്ഞ എന്താണ്? അവിടെ 2 ബക്കറ്റ് വെള്ളം കൊണ്ടുപോയിട്ട് കക്കൂസ കഴുകല് ഒഴിച്ചാൽ ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ചില സ്വാമിമാരെ ആവേശം കൊണ്ട് ചാടിക്കടന്നത് ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോ 2050 വരയ്ക്കുള്ള പ്ലാനിംഗ് അല്ലേ നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞേ? അതും ശരിയാണല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ പ്ലാനിങ് നിങ്ങൾ 2050 വരെയുള്ള വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്തു. 2050 പോട്ടെ, 2025 വൃശ്ചികം 1 മുതലുള്ള കഥയാണ് ഞങ്ങൾ പറയണേ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ആ വൃശ്ചികം 1 അയ്യപ്പന്മാർ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നു. തിരിച്ചു വരാൻ പറ്റുന്നില്ല, പന്തളത്ത് കെട്ടഴിച്ച് അവർ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന എന്ത് അടിസ്ഥാനത്തിലാ? അതൊന്നും എനിക്കറിയാൻ മേല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, റാഷിദെ, വെർച്വൽ ക്യൂ എന്താ കൃത്യതല്ലേ? എത്ര പേർ വരുമെന്ന് ഇവർക്ക് ബോധ്യമുണ്ടല്ലോ. ആരും അഡീഷണൽ അല്ലല്ലോ. കൃത്യമായിട്ട് ഇവർക്ക് ഒരു രേഖയുണ്ട് എത്ര പേർ വരും. ആ വരുന്നവർക്ക് വേണ്ട സാഹചര്യം ഒരുക്കാനുള്ള പ്രാപ്തി ഇവരെ പോലീസിനുണ്ടായില്ല. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. നിങ്ങൾക്ക് തോന്നും പോലെ 2 മണിക്കൂറും 3 മണിക്കൂറും തിരക്കനുസരിച്ച് കൂട്ടാൻ പറ്റില്ല. ഇത് ഓവർ ടൈമിന് പണി ചെയ്യുന്ന ആൾക്കാരല്ല. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത നിർത്തി അവമാനിക്കുവാണെന്ന്. നിങ്ങൾക്ക് തോന്നും പോലെ നട തുറന്നിരുന്നിട്ട് നിങ്ങൾക്ക് തോന്നും പോലെ സമയം കൂട്ടാണ്. നിങ്ങൾ എന്താ ഓവർ ടൈം പണിയെടുപ്പിക്കുക? ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾ തിരുപ്പാക്കുണ്ടം പോയിട്ടുണ്ടോ? നിങ്ങൾ തഞ്ചാവൂർ പോയിട്ടുണ്ടോ? നിങ്ങൾ ശ്രീരംഗം പോയിട്ടുണ്ടോ? ഒക്കെ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലെ നിരവധി ക്ഷേത്രങ്ങളാണ്. നിങ്ങൾ നോക്കണം അവിടെ ഇവരവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ഓരോ കാര്യത്തിനും ക്ഷണിച്ചു കൊണ്ടുവരാറുള്ളതല്ലേ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ അവിടത്തെ പോലെ സിസ്റ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ തിരുപ്പതിയിലൊന്ന് പോയി നോക്ക്, ഇതിനേക്കാൾ വലിയ കൈകാര്യം ചെയ്ത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പളനിയിലൊന്ന് പോയി നോക്ക്. ഇവിടെ അടിസ്ഥാന സൗകര്യം ഒന്നും മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലെന്ന് അവിടുത്തെ പോയി ചത്തുടടാ. അപ്പൊ പരിപൂർണമായിട്ട് കഴിവുകേട്, പ്രാപ്തിയില്ലായ്മ, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിനോടും ഈ വിശ്വാസങ്ങളോടുള്ള പുച്ഛം. ഇപ്പൊ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നു. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആൾക്ക് ഭയം വരുന്നു എന്ന് പറയപ്പെടുന്നു. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഞാൻ ചോദിക്കട്ടെ, വണ്ടി പഞ്ചറാണെങ്കിൽ, എഞ്ചിൻ കേടാണെങ്കിൽ ഷൂമാക്കറെ കൊണ്ടുവന്നിട്ട് ചക്രം പിടിപ്പിച്ചിട്ട് കാര്യമില്ല. പോയിന്റ്. ആ സിസ്റ്റം കൃത്യമാക്കേണ്ട ദേവസ്വം ബോർഡ്. അതിനകത്തൊരു വ്യക്തമായി മന്ത്രിയുണ്ട്. ഒരു കൊല്ലം ഇവരുടെ മുന്നിലുണ്ടായിരുന്നു. വൃശ്ചികം 1 ആദ്യമായിട്ട് പറഞ്ഞല്ലോ. പെട്ടെന്ന് CPM-നും മറ്റേ സർക്കാരിനും ദേവസ്വം വകുപ്പിനും തോന്നിയതാണ്, അയ്യോ വൃശ്ചികം പൊട്ടിമുളച്ച് എന്തെങ്കിലും ചെയ്യണേ എന്നുള്ളതല്ലോ. പിന്നെ ഫാക്ചുലർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ തുടക്കം മുതൽ നുണ പറയണേ. നിങ്ങൾ തുടക്കം മുതൽ ആളുകളെ വഴിതെറ്റിക്കുക ചെയ്യണേ. നിങ്ങളുടെ പ്രശ്നം എന്താ? ഭക്തർക്കാണ് പ്രശ്നം. നിങ്ങളുടെ സർക്കാരിനല്ല കുഴപ്പം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നിങ്ങളുടെ ദേവസ്വം മന്ത്രിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ദേവസ്വം പ്രസിഡന്റ് ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഭക്തരുടെയാണ് പ്രശ്നം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, വെർച്വൽ ക്യൂവിലെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഇത്ര പേർ നാളെ വരുമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇത്ര പേർ വരുമ്പോൾ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് അറിയാൻ പറ്റുന്ന ഒരാളും അതിനകത്തില്ല. അത് ഉത്തരം പറ. അറ്റ്ലീസ്റ്റ് ഒരു 10 KSRTC ബസ് കൂടുതലാണ് നിങ്ങൾക്ക് സാധിക്കില്ല. നിലയ്ക്കൽ തിരക്ക് ഇവിടെ കൂടുതലാണെങ്കിൽ നിലയ്ക്കൽ അതിനുള്ള സംവിധാനം ഒരുക്കി അവരവിടെ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. പമ്പയിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എരുമേലിയിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മരക്കൂട്ടത്തിൽ പ്രയാസം ഉണ്ടെങ്കിൽ അവിടെ അതിന് പരിഹരിച്ച് അവിടെ നിർത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. അവിടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി പരിചയവും അതിനോട് സ്നേഹവും അത് വിജയിക്കണമെന്നും അത് ഗംഭീരമായി നടക്കണമെന്നും കൃത്യമായിട്ട് താല്പര്യമുണ്ടെങ്കിലേ അത് വൃത്തിയും വെടുപ്പായിട്ട് നടത്താൻ സാധിക്കുള്ളൂ. അതില്ലാത്തവന്മാരുടെ കയ്യിൽ ഇത് ഇരിക്കുന്നത് കൊണ്ടാണ് അത് കൃത്യവും വെടുപ്പായിട്ട് നടക്കാൻ പറ്റാത്തത്. നമ്മളെയാണല്ലോ മച്ചമ്പി. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തൊഴാൻ വരും, അവർ പ്രാർത്ഥിക്കാൻ വരും, അവർ ബുക്ക് ചെയ്തിട്ടാ വരണേ. അപ്പൊ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ അത് നിങ്ങളുടെ തെറ്റ്. അയ്യപ്പ സേവാ സംഘത്തെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഗോപ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ലതും അറിയോ? ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് റാഷിദെ. പൂർണ്ണമായിട്ട് ഒരു ലാഭവും കൂടാതെ ഒരു പൈസയും ആഗ്രഹിക്കാതെ പരിപൂർണമായിട്ട് ആ സേവനത്തിന് തയ്യാറായിട്ട് കേരളത്തിൽ നിൽക്കുന്ന അയ്യപ്പ വിശ്വാസം നിങ്ങൾക്ക് അറിയോ? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? വൃത്തിയാക്കുന്നതായിക്കോട്ടെ, ബാത്റൂം വൃത്തിയാക്കുന്നതായിക്കോട്ടെ, വെള്ളം കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ, ഇനി വഴിക്ക് വീഴുന്ന സംവിധാനം ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, വിരിപ്പന്തലായിക്കോട്ടെ, അല്ലെങ്കിൽ നടപ്പറയിലായിക്കോട്ടെ, ഏത് സ്ഥലത്തും ഞാൻ അന്നദാനം കൊടുക്കുന്ന കാര്യത്തിലും അവരെടുക്കുന്ന പ്രവൃത്തി ഗോപം കണ്ടിട്ടുണ്ടോ? അതിനെ ഇടയ്ക്കൊന്ന് അവിടേക്ക് പോകണം. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഗീർമാണം തള്ളിയതുകൊണ്ടായില്ല.
കണക്ക് വെക്കാത്ര എന്ത് കണക്ക് ഗോപാങ്ങൾ പറഞ്ഞ ഈ കൊല്ലം ആള് വരുമെന്ന് കഴിഞ്ഞ കൊല്ലം കൂടുമ്പോ നിങ്ങൾക്ക് അറിയാൻ മനസ്സ് ബോധമുണ്ടായില്ല. അങ്ങനെ തന്നെയാണ് എല്ലാ കൊല്ലം മനസ്സിലായി. ഇതൊക്കെ എന്താണ് ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത് ഓക്കെ ശ്രീ പി കെ ഗോപൻ, അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. വ്യക്തിയാധിക്ഷേപം എന്ത് വ്യക്തിയാധിക്ഷേപം? BJP യെ കുറിച്ചും സുവർണാവസരമാണെന്നും കേന്ദ്ര സർക്കാരിനെ കുറിച്ചൊക്കെ നുണ പറയുന്ന സമയത്ത് അത് തെറ്റായിട്ട് റാഷിദ് നിങ്ങൾക്ക് തോന്നിയില്ലേ? കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. നിങ്ങൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വെള്ളം കൊടുക്കാതെ ഭക്തർ കുഴഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പ്രാപ്തിയില്ല എങ്കിൽ അതിന് മുൻകൈയെടുക്കാനുള്ള തീരുമാനങ്ങൾ കൃത്യതയുള്ളവർ എടുത്തില്ല എങ്കിൽ സംശയലേശമെന്നെ അയ്യപ്പ ഭക്തർ അത് പറയും. അതിനകത്ത് ഗോപന് വിഷമം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതി. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?